ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ് തലവൻ. സിനിമ കഴിഞ്ഞ ആഴ്ചയാണ് റിലീസായത്. ബട്ട് ഇവിടെ കുറച്ച് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഈ ഒരു വീക്കിലാണ് പോകാൻ പറ്റിയത്. ആൻഡ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ജിസ്റ്റോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ മുമ്പത്തെ സിനിമകൾ നമുക്കറിയാം, ഒരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവീസ് ആണ്. അപ്പോൾ ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ വരെ, അതിന് മുന്നേ വരെ ആൾ ആ ഒരു ഇതാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു പടത്തിലേക്ക് കയറിയപ്പോൾ ശരിക്കും ആ ഒരു അതുവരെയുള്ള റൂട്ട് മാറ്റി പിടിച്ചത് എല്ലാ രീതിയിലും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഡയറക്ഷൻ ആയാലും ശരി, മൊത്തത്തിലുള്ള മേക്കിംഗ് ആയാലും പെർഫോമൻസ് ആയാലും എല്ലാം കൊണ്ടും ആ ഒരു ജേണർ എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് അത് നല്ല വൃത്തിക്ക് തന്നെ ഡെലിവർ ചെയ്യാൻ ഇവർക്ക് പറ്റി. പ്രത്യേകിച്ച് ലീഡിങ് പെർഫോമൻസ് ആയിട്ടുള്ള ആസിഫ് അലിയുടെയും ബിജു മേനോന്റെയും പെർഫോമൻസ് അത് എടുത്തു പറയാതെ വയ്യ. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും മൊത്തത്തിലുള്ള ഒരു സ്വഭാവം എന്താണെന്നുള്ളത് ഇവരുടെ ഫസ്റ്റ് മീറ്റിൽ തന്നെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ അതിനെ കുറിച്ചിട്ട് മാത്രം ഫോക്കസ് ചെയ്യാതെ അതിനുശേഷം ഉണ്ടാകുന്ന ഒരുപാട് കേസുകളും ആ ഒരു കേസും അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസിനൊപ്പം പറയേണ്ട മറ്റുള്ള ചില പെർഫോമൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കോട്ടയം നസീറിന്റെ ഒരു ക്യാരക്ടർ കിടിലനായിട്ട് അദ്ദേഹം ചെയ്തു. കാരണം മുമ്പും ചില സിനിമകൾ ആ ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലത്തെ ക്യാരക്ടറിനെ ശരിക്കും ആ ഒരു എന്താണോ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് നല്ല വൃത്തിക്ക് തന്നെ ആൾക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ദീപക് ദേവിന്റെ മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കാരണം ചില സീനുകളിലൊക്കെ നമ്മളെ ശരിക്കും എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാനും ഇനി എന്തുണ്ടാവും എന്നുള്ള ഒരു നെഞ്ചിടിപ്പോട് കൂടിയിട്ട് നമ്മളെ കാണുന്ന പ്രേക്ഷകന് ശരിക്കും ആ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് പറ്റി. അദ്ദേഹം പ്രത്യേകിച്ച് ഓരോ സീക്വൻസിലും, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെയുള്ള ചില സീനുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെയുള്ള BGM പ്ലേസ് ചെയ്യണം എന്നുള്ളത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു. ആൻഡ് എനിക്ക് ഈ സിനിമയിലെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു റൊമാൻസ് ട്രാക്ക് ഒന്നും കയറ്റാതെ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റോറി എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ആ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈം കൊണ്ട് അവർക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഇതാവാനും ഓരോരോ ലീഡ് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇതാണ് ഈ കേസിന്റെ നെക്സ്റ്റ് ലീഡ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ചില ഇൻഡ്യൂഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ചില സീനുകളിലത്തെ ചില കണ്ടിന്യൂറ്റി ഒക്കെ, അതായത് ഇപ്പോ ഒരു സീൻ നടക്കുമ്പോൾ ഒരു ക്രൈം ഏരിയയിൽ വരുമ്പോൾ തന്നെ ആ സീന് തൊട്ട് മുമ്പുള്ള സീനിൽ അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സീൻ ആ ഒരു കുറെ കഴിഞ്ഞിട്ടുള്ള ഒരു സീൻ കാണിക്കുമ്പോഴും ആ ഒരു സംഭവം അവിടെ വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ അത് വെച്ചത് അവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കുക, അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ തന്നെ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ്. പിന്നെ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ ഇരുന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ തൃശ്ശൂർ അകത്തിൽ നിന്നാണ് കണ്ടത്. ഭയങ്കരമായിട്ടുള്ള സീൻ, പല സീനുകളിലത്തെയും ആ ഒരു സൗണ്ട് എഫക്ട് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റി. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഒരു ക്ലീഷ്യ ബ്രേക്കിംഗ് സീൻ ഉണ്ടായിരുന്നു, അത് വളരെ യുണീക്ക് ആയിട്ട് തോന്നി. ശരി, ഇങ്ങനെയല്ലേ ഇനി ഉണ്ടാവാൻ പോവാന്നുള്ള നമ്മുടെ ഒരു തോന്നലിനെ അവിടെ മാറ്റിമറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ലീഡ് ഇട്ടിട്ടാണ് സിനിമ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ വെയിറ്റിംഗ് ആണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. മൊത്തത്തിലുള്ള പെർഫോമൻസ് ആയാലും ഇപ്പം മിയയുടെ ആയാലും അനുശ്രീ അങ്ങനെയുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ, ദിലീഷ് പോത്തൻ ആയാലും എല്ലാവരുടെയും റോളുകൾ അവർ നന്നായിട്ട് തന്നെ ചെയ്തു. സോങ്സ് എനിക്ക് തോന്നുന്നു ഒരു സോങ് എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ ഒരു സോങ് ഉണ്ടായിരുന്നുള്ളൂ ആ പടത്തിൽ. പിന്നെ അവസാനം എൻ ക്രെഡിറ്റ്സ് കാണിക്കുമ്പോൾ ഒരു സോങ്ങും, ഈ രണ്ട് സോങ് ഒഴിച്ച് വേറെ സോങ്ങുകളോ അനാവശ്യമായിട്ടുള്ളത് പ്ലേസ്മെന്റ് ഒന്നുമില്ല, അതേപോലെ വൃത്തിക്ക് തന്നെ പറഞ്ഞു പോയി. ഈ സിനിമയുടെ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള അരുൺ നാരായണൻ ആൻഡ് സിജോ സെബാസ്റ്റ്യൻ നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു സ്റ്റോറി അവർക്ക് മുന്നോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കാണാത്തവർ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.